എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഡെറാഡൂണിലെ റോബേഴ്സ് കേവ് എന്ന് വിളിക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ട ശേഷം അതുകൂടെ പോയി കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. എങ്കിൽ ഇതേപോലെയുള്ള മനോഹരമായ യാത്രകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമ്മളിനി ഇന്ന് ഇവിടുന്ന് നേരെ പോകുന്നത് സഹസ്രധാര എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. 1000 ഉറവകൾ നർത്തം വരുന്ന ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഡെറാഡൂണിലെ മനോഹരമായൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് സഹസ്രധാര. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും തിരക്കുകളിലാണ്. അങ്ങനെ ആ തിരക്കുകളിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു ഒളിച്ചോട്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതും നിശബ്ദമായ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന സൗന്ദര്യവും ആ ശാന്തതയൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു ആഗ്രഹത്തോടു കൂടി ഡെറാഡൂണിൽ വന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ഈ സഹസ്രധാര എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1000 നീരുറവ എന്നുള്ള അർത്ഥത്തിൽ നിന്നാണ് സഹസ്രധാര എന്നുള്ള പേര് വന്നത്. ഈ ഒരു സഹസ്രധാര സ്ഥിതി ചെയ്യുന്നത് ബാൽഡി നദിയിലാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ നദിയിൽ സൾഫർ സമ്പുഷ്ടമാണ്. അതായത് ഒരുപാട് സൾഫർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള നദിയാണ്. നിങ്ങൾക്കറിയാം, സൾഫർ എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഈ നദിയിൽ കുളിക്കുന്നത് ചർമ്മരോഗങ്ങൾ മാറാൻ കാരണമാവുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പോയിട്ടുള്ള കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പോയിട്ടുള്ള റോബേഴ്സ് കേവ് അഥവാ അവിടുത്തുകാർ വിളിക്കുന്ന ഗുച്ചൂപ്പാനി ഈ ഒരു നദിയുടെ ഭാഗം തന്നെയാണ്. അവിടെ നമ്മൾ പോയാൽ പ്രധാനമായിട്ട് നമുക്ക് കാണാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബാൽഡി നദിയാണ്. ബാൽഡി നദിയിലെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം ചേർന്നിട്ട് ഈ സഹസ്രധാരയോട് ചേർന്ന് കിടക്കുന്ന ഒരു കുന്നാണ് കലങ്ക കുന്ന് എന്ന് പറയുന്നത്, കലങ്ക ഹിൽസ്. ഈ സഹസ്രധാരയിൽ നിന്ന് കലങ്ക ഹിൽസിലോട്ട് ഒരു റോപ്പ് വേ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഒരു റോപ്പ് വേ ഉണ്ട് അവിടെ. ആ ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് നമുക്ക് മനോഹരമായ താഴ്വാരങ്ങളുടെയും പർവ്വതങ്ങളുടെയും ഒക്കെ വിശാലമായൊരു കാഴ്ച കിട്ടും. അതുപോലെ തന്നെ അവിടെ കാണാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അവിടെ ഒരു ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതായത് അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു വെള്ളച്ചാട്ടത്തിനോട് ചേർന്നാണ് ആ ഒരു ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതും മനോഹരമായ കാഴ്ചയാണ്. അവിടെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ശിവലിംഗാണുള്ളത്. ഇനി ഡെറാഡൂണിൽ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അതുപോലെ തന്നെ ഡെറാഡൂണിലെ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് ബസ്സുകൾ കിട്ടും. അതല്ലാതെ നിങ്ങൾക്ക് അവിടുന്ന് പ്രൈവറ്റ് ടാക്സികൾ വിളിച്ചിട്ടോ ഓല ഊബർ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ബുക്ക് ചെയ്തിട്ടൊക്കെ ഈ സഹസ്രധാരയിലോട്ട് വരാൻ പറ്റും. ഏറ്റവും മനോഹരമായ ടൈം എന്ന് പറയുന്നത് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളാണ് ഇവിടെ വരാൻ ഏറ്റവും അടിപൊളി. ഈ കാണുന്നതാണ് ബാൽഡി നദി. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സൾഫർ സമ്പുഷ്ടമായൊരു നദിയാണിത്. ഇപ്പം വെള്ളം കുറവാണ്. ഈ സമയം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ ചൂട് കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ നദികളിലൊക്കെ ഇപ്പം വെള്ളം കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ നദിയിലൊക്കെ നല്ല പോലെ വെള്ളം കാണാൻ പറ്റും. മൊത്തത്തിൽ വെള്ളം കുറവാണ്. അവിടെ ദൂരെയായിട്ട് നിങ്ങൾ കാണുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞ താഴ്വാരത്ത് നിന്ന് കലിംഗ കുന്നിൻ്റെ മുകളിലോട്ട് പ്രവർത്തിക്കുന്ന റോപ്പയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നല്ല ഒരു കുന്ന് കണ്ടില്ലേ, ഭയങ്കര ഒരു അപകടം പിടിച്ച രീതിയിലാണ് അത് പോകുന്നതെന്ന് തോന്നുന്നു. ഒരുപാട് കൊല്ലം പഴക്കമുണ്ട്, ഇപ്പം അടുത്ത് നിർമ്മിച്ചൊന്നും അല്ലത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ആ ഒരു ആ ഒരു റോപ്വേയുടെ ഭാഗത്തോട്ട് പോയിട്ട് അവിടെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. എന്നിട്ട് ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് കലിംഗ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഈ ഭാഗങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ ഈ ഒരു കടകളുടെയൊക്കെ ചുമരിലൊക്കെ നല്ല മനോഹരമായിട്ട് ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അതുപോലെ ഇപ്പോൾ ഈ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നത് കുറവാണ്. ഇതല്ല ഇവിടെ വരുന്ന സമയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ പണികളൊക്കെ നടക്കുകയാണ്. ശരിക്കും വരേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. ആ സമയത്താണ് ഇവിടുത്തെ ഏറ്റവും നല്ല ഭംഗി നമുക്ക് കിട്ടുന്നത്. ഈ സമയം എന്ന് പറയുന്നത് മെയ് ജൂൺ എന്നൊക്കെ പറയുന്നത് നല്ല ചൂട് കാലമാണ് ഇവിടെ. ഈ സമയമല്ല ശരിക്കും നമ്മൾ ഇങ്ങോട്ട് വരേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ വരുന്നതായിരിക്കും. അതാ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു റോപ്പേ മുകളിലോട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അതിൽ കയറിയിട്ട് അതിൻ്റെ മുകളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് അവിടുന്ന് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 200 രൂപയാണ് കേട്ടോ. അങ്ങോട്ട് പോകാനും തിരിച്ചു വരാനും കൂടിയാണ്. നമ്മൾ കയറി വരുന്ന ഭാഗത്തെ ഒരു ഗണപതിയുടെ വിഗ്രഹം വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് എൻട്രൻസ് വരുന്നത്. ഇവിടെ വെയിറ്റിംഗ് ഉണ്ട് തോന്നുന്നു.
ഇതുവഴിയാണ് പോകേണ്ടത്. ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ കയറേണ്ടത്. ഇതുപോലെയുള്ള കുറേ ക്യാബിനുകളാക്കിയിട്ട് ഇങ്ങനെയാട്ടോ ഇത് പ്രവർത്തിക്കുന്നത്. ഈ വലിയൊരു മെഷീൻ ഇങ്ങനെ തിരിയും. അപ്പം തിരിയുന്നതിനനുസരിച്ച് ആ ഒരു കയറിൽ ഘടിപ്പിച്ചിട്ടുള്ള ആ ഒരു ഇതിങ്ങനെ പൊങ്ങിപ്പോവും ക്യാബിൻ. നമ്മൾ കാശ്മീരിൽ പോയപ്പോൾ ചെയ്ത ഗോണ്ടോള റൈഡില്ലേ, അതുപോലെ തന്നെ അതിൻ്റെ പഴയ മോഡലാണിത്. പണ്ട് ഉപയോഗിച്ചിരുന്നത് ഇവിടെ ഇങ്ങനെ ആ സൈഡിൽ വെച്ചിട്ടുണ്ട്. എന്താ സ്പീഡ് കൂടി. ഇതിൻ്റെ മുകളിലാണ് അതാ മുകളിലോട്ട് പോകുന്നുണ്ടോ. നമ്മൾ നേരത്തെ ഇതാ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടേക്കുള്ള വ്യൂ നോക്ക്. മുകളിലൊക്കെ വലിയ മല. ഇനിയിപ്പോൾ ചൂടുകാലം വരുന്നതുകൊണ്ട് ഇതിലൊക്കെ വെള്ളം കുറവാണ്. ഇനി അടുത്ത് വരണം നമുക്ക് പോവാൻ. അകത്ത് കയറി, പക്ഷെ ഇത് പഴയ മോഡലായിപ്പോയി. നമ്മൾ കയറിയതേ. തിരിച്ചു വരുമ്പോൾ നമുക്ക് പുതിയ മോഡലിൽ കയറാം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ആ സൈഡിൽ നിന്ന് വെയിലടിക്കുന്നുണ്ട്. നമുക്ക് ഈ സൈഡ് ഇരിക്കാം. മുകളിലോട്ടുള്ള വ്യൂ കിട്ടണമല്ലോ. നമ്മളിതാ ഉയർന്ന് പോവുക. ഇങ്ങനത്തെ നെറ്റാണ്, അപ്പം അതുകൊണ്ട് അവിടേക്കുള്ള വ്യൂ നോക്ക്. ഇതാ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇറങ്ങിപ്പോന്ന്. എൻ്റെ മോനെ അതിൻ്റെ അകത്ത് കയറണം. അതിൻ്റെ അകത്ത് ഒരാളെ കയറ്റി വയ്ക്കൂ. നോക്ക്, ഒന്നുമില്ല. അത് അടിപൊളിയായിരിക്കും കേട്ടോ അതിൻ്റെ അകത്തുള്ള വ്യൂ. അതിൻ്റെ അകത്ത് കയറ്റാൻ സാധ്യതയില്ല, അത്രയും പഴകിയതാ. നോക്ക്, അതാ പോണം. ഓ, ഇവിടെയൊക്കെ നല്ല മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ട് ഉണ്ടോ, മണ്ണിടിഞ്ഞ് കിടക്കുന്നുണ്ട്. ആ സൈഡൊക്കെ നോക്ക്, മണ്ണിടിഞ്ഞ് കിടക്കുന്നത്. നമ്മളിതാ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. നേരത്തെ ഞാൻ പോയി നിന്നത് ആ ഭാഗത്ത്, അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നത്. ഇവിടെ നിന്ന് നമുക്ക് മുകളിലോട്ട് പോവാം. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. മുകളിൽ പോയിട്ട് മുകളിൽ നല്ല വ്യൂ ഉണ്ട്. അവിടെ നിന്ന് നോക്കാം. ഓ, നല്ല ഭംഗിയുള്ള സ്ഥലം. കുറേ പൂക്കളും കുറേ ടൈപ്പ് ഓഫ് പൂക്കളും ഉണ്ടോ. ആ എന്ത് ഭംഗിയാ ആ ഒരു പൂവൊക്കെ നോക്ക്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ. ശരിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സമയത്താണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഈ കാണുന്നതൊക്കെ നല്ല പച്ചപ്പായി മാറിയിട്ടുണ്ടാവും. അത് നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്ത് ഭംഗിയായിരിക്കുന്നു. അപ്പോൾ ആ ടൈം എന്തായാലും വരണം ഒരിക്കൽ. ഇവിടെ മുകളിൽ നിങ്ങൾ ഈ കാണുന്ന ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വന്നിട്ട് പ്രാർത്ഥിച്ചിരിക്കാനൊക്കെ പറ്റും. വളരെ ശാന്തമായിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ശരിക്കും ആ ഒരു നദിയിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്ത് ഭംഗിയായിരിക്കും. ആ കാണുന്ന മൊത്തം നദിയാണത്. ഇത്രയും വീതിയിൽ വെള്ളം ഒഴുകുന്ന ഒരു സമയമാണെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം വളരെ കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ. ആ ഒരു പാലത്തിൻ്റെ ഉയരത്തിൽ വെള്ളം ഉണ്ടാവുന്നതാണ് ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഇവിടെയൊക്കെ നല്ല പച്ചപ്പായിരിക്കും. ഇവിടെ നിങ്ങൾ സഹസ്രധാരയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ റോപ്പ് വേ കൂടാണ്ട് താഴെ ഒരു ശിവക്ഷേത്രം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവിടെ നമുക്ക് പോവാം. അതിനോട് ചേർന്നിട്ട് ഒരു വാട്ടർ തീം പാർക്കൊക്കെ ഉണ്ട്. അവിടെ പോകേണ്ടവർക്ക് അങ്ങനെ പോവാം. അതായത് ഫാമിലി ആയിട്ട് വരേണ്ടവർക്കും അതുപോലെ ഫ്രണ്ട്സുമായിട്ട് വരുന്നവർക്കും ഒറ്റയ്ക്ക് വരുന്നവർക്കും കപ്പിളായിട്ട് വരുന്നവർക്കും ഇനി എങ്ങനെയൊക്കെയാണോ നിങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. ഇതുവഴിയാണ് നമ്മൾ നേരത്തെ ഇങ്ങോട്ട്
ആ ഒരു റോപ്പയിൽ കയറി വന്നത്. അപ്പോൾ അത് അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ടോ. ഈ 3 പുതിയതാണെന്ന് തോന്നുന്നു. നേരത്തെ നമ്മൾ വന്നത് കുറച്ച് പഴയതായിരുന്നു. ഇതിൽ ഗ്ലാസ് ആണ് വരുന്നത്. ആ റോപ്പേ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിൽ ഗ്ലാസ് ആണ് ആ ക്യാബിന്. അപ്പം നമുക്ക് തിരിച്ചു പോകുമ്പം ആ ഒരു പുതിയ ക്യാബിൽ അങ്ങോട്ട് പോവാം. ശരിക്കും നമ്മളിങ്ങനെ നോക്കി നിന്നു ഇവിടുത്തെ ഒരു ഭംഗിയില്ലേ. ഇത് എത്ര നേരം വേണമെങ്കിൽ നമുക്കിങ്ങനെ വന്ന്, നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വാട്ടർ തീം പാർക്കാണ് നിങ്ങളെ താഴെ കാണുന്നത്. അതിനോട് ചേർന്ന് കുറേ വീടുകളുടെ ഭാഗം ഒക്കെ, നദിയോട് ചേർന്നിട്ടാണ് കൂടുതലും വീടുകളിലെ ഭാഗങ്ങളും കെട്ടിടങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്ക് ഇവിടെ മുകളിൽ എന്തൊക്കെയാണെന്നൊന്നും ചുറ്റി നടന്ന് കാണാം. ഇവിടെ കണ്ടില്ലേ ചെറിയൊരു ശില്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കിണറിൻ്റെ മാതൃകയിൽ. അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു പരമ്പരാഗത വേഷത്തിൽ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വേഷം അവർ തരും, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇതൊക്കെ പിന്നെ ഉണ്ടാക്കിയതാണ്. ഈ ചെറിയ വെള്ളച്ചാട്ടവും സെറ്റപ്പൊക്കെ ഇവിടെ അവർ ഉണ്ടാക്കി വെച്ചതാണ്. ഇവിടെ വന്നാൽ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് നമുക്ക് വളരെ ശാന്തമായിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ തിരക്കുകളാണ്, ജീവിതത്തിൽ എപ്പോഴും തിരക്കുകളല്ലേ, നമുക്ക് തിരക്കൊഴിഞ്ഞിട്ട് സമയമില്ല. അങ്ങനെ തിരക്കുന്നൊക്കെ മാറി വളരെ ശാന്തമായിട്ട് നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ അധികം ബഹളവും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് മെഡിറ്റേഷനൊക്കെ വേണമെങ്കിൽ അവിടെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ട് പോയാൽ അവിടെ വളരെ ശാന്തമായിട്ട് ഇരുന്നിട്ട് ആസ്വദിക്കാൻ പറ്റും. ഫാമിലി ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇതേപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട്സുമായിട്ട് വന്നാൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഇങ്ങോട്ട് വരുന്നത് ആ ഒരു വൈബ് നമുക്ക് കിട്ടാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ അവർ ഓരോന്നും നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം നമുക്ക് ചിലവഴിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു സ്ഥലമാണിത്. അപ്പോൾ നിങ്ങളിവിടെ വരുമ്പം ഈ ഒരു സഹസ്രധാര, അതായത് ഡെറാഡൂണിൽ വരുമ്പം സഹസ്രധാരയിലോട്ട് വരാൻ മറക്കരുത്. ഞാൻ പറഞ്ഞ ക്ഷേത്രമാണത്. ഇങ്ങനെ ഇത്രയും സംഭവമാണ് ഈ ഒരു കലിംഗ കുന്നിൻ്റെ മുകളിലുള്ളത്. ഇനി നമുക്ക് താഴോട്ട് പോയിട്ട് ശിവക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ട ചെറിയൊരു ഗുഹയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. മനോഹരമായ ഗുഹയാണ്. നിങ്ങൾ ഈ കാണുന്നത് സത്യസായി ബാബയുടെ ഒരു ചെറിയ ഒരു ക്ഷേത്രം പോലത്തെ സെറ്റപ്പാണ്. അവിടെ സത്യസായി ബാബയുടെ പ്രതിമ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ മുകൾ ഭാഗം വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ താഴെ നിങ്ങൾ ഈ ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മനോഹരമായ ഗുഹയും കാര്യങ്ങളൊക്കെ നമുക്കിനി പോയിട്ട് കാണാനുണ്ട്. അപ്പോൾ ഇവിടെ വന്നാൽ ഇത് കണ്ടില്ലേ, ഇവിടെ നിന്ന് വന്നാൽ നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റും. കുറേ മനോഹരം, ഞാൻ ഇതുവരെ കാണാത്ത കുറേ ടൈപ്പ് പൂക്കൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പേരറിയുന്നവരുണ്ടെന്ന് പറയണേ. ഈ പൂവൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ചെണ്ടുമല്ലിയില്ല, അതിൻ്റെ വേറൊരു ടൈപ്പ്, കുറച്ചുകൂടി ഭംഗിയുണ്ട് കാണാൻ, നടുവിലൊരു മുട്ടൊക്കെ ആയിട്ട്. അതുപോലെ കുറേ ടൈപ്പ് പൂക്കൾ ഇവിടെ മാത്രം ആദ്യമായിട്ട് കാണുന്ന കുറേ പൂക്കൾ ഇവിടെ ഇവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ നല്ല ഭംഗിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാ ദിവസവും ഇവിടെ ഓപ്പൺ ആണ്. ഇവിടെ ക്ലോസിംഗ് ആയിട്ടുള്ള ദിവസമൊന്നുമില്ല. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് ഇവിടെ ഓപ്പൺ. ചില സമയത്ത് ഈ പരിസ്ഥിതിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കാലാവസ്ഥാ പ്രശ്നങ്ങളോ ഒക്കെ കൊണ്ട് ഇവിടെ ചിലപ്പം ക്ലോസ്ഡ് ആയിട്ട് കിടക്കാം. അപ്പോൾ അതൊന്ന് അന്വേഷിച്ചിട്ട് വേണം ഇവിടെ വരാൻ. അപ്പോൾ ആ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളിവിടെ വരുവാണെങ്കിൽ സഹസ്രധാരയിലോട്ട് വരാൻ ഫീസും കാര്യങ്ങളൊന്നുമില്ല, ടിക്കറ്റും ഒന്നും എടുക്കണ്ട. പക്ഷേ ഇവിടെയുള്ള ഓരോ സ്ഥലങ്ങളിലോട്ട് പോകുന്നതനുസരിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പൈസ കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ ഈ റോപ്പേ കയറി വരാൻ വേണ്ടിയിട്ട് 200 രൂപയാണ്. അങ്ങനെ നമ്മൾ ചില സ്ഥലത്ത് പൈസ കൊടുക്കണം. ഞാൻ ഇവിടുന്ന് ഒരു ചോക്ലേറ്റ് കോഫി വാങ്ങിച്ചു. അത്യാവശ്യം തണുപ്പാണ് ഇവിടെ, അതുകൊണ്ട് നമ്മൾ തണുത്തൊന്നും കുടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നല്ല ചൂടോടുകൂടി ഒരു ചോക്ലേറ്റ് കോഫി കുടിക്കാമെന്ന് വെച്ചു. ചെറിയൊരു സെറ്റപ്പ് ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ ചിലവഴിച്ചു. ഇനിയിപ്പോൾ ഇവിടുന്ന് താഴോട്ട് പോവാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പുതിയ ക്യാബിനിലാണ് ഇപ്പോൾ കയറിയത്. കണ്ടില്ല, ഇത് ഗ്ലാസ് ആണ് വരുന്നത്. നേരത്തെ നമ്മൾ വന്നപ്പോൾ നെറ്റായിരുന്നു, അത് പഴയ ക്യാബിനായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി നമുക്ക് താഴോട്ടേക്ക് പോകുമ്പോൾ വ്യൂ ഒക്കെ കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് താഴെ പോയിട്ട് പ്രധാനമായിട്ട് 2 സ്ഥലങ്ങളാണ്. ഒന്ന് അവിടെ ഒരു ക്ഷേത്രമുണ്ട്, രണ്ടാമത്തത് ഒരു വ്യത്യസ്തമായ ഒരു ഗുഹയുണ്ട്. ഗുഹ എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് നിറഞ്ഞ ഒരു പ്രത്യേക ഒരു ഇതാണ്. മുകളിൽ നിന്ന് വെള്ളമൊക്കെ ഒഴുകി വരുന്നത് ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ട്, നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു സെറ്റപ്പ് കണ്ടിട്ടുണ്ടാവില്ല. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അത് നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം, അല്ലെങ്കിൽ ലെങ്ത് ഒരുപാട് കൂടി പോവല്ലോ. അപ്പം നിങ്ങളിവിടെ ഡെറാഡൂൺ വരുമ്പം സഹസ്രധാരയിൽ വരിക. ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയതാണ്. ആദ്യം നമ്മളിവിടെ കലിംഗ കുന്നിലോട്ടാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മനോഹരമായ റൈഡ്, മനോഹരമായ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ, വളരെ ശാന്തമായിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം, ഇതൊക്കെയാണ് ഈ ഒരു കലിംഗ കുന്നിൻ്റെയും സഹസ്രധാരയുടെയും പ്രത്യേകത. അപ്പം വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് സഹസ്രധാരയിലെ വേറെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻസിൽ പറയുക. പിന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും കൂടെ വീഡിയോസ് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.